പുളിയാമ്പുള്ളി നമ്പൂതിരിച്ചൻ്റെ മറ്റൊരു അനുഭവകഥ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് മാറാരോഗങ്ങൾക്ക് പുളിയാമ്പുള്ളി നമ്പൂതിരിച്ചൻ എന്നും വലിയൊരു വൈദ്യൻ തന്നെയാണ്. അത് പലപ്പോഴായിട്ടും പല അനുഭവങ്ങളും നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. അതിലെ ഒരു അനുഭവം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഉള്ള ഒരു 65 വയസ്സായ ഒരു സ്ത്രീയുടെ അനുഭവമാണ് പറയുന്നത്. ആ സ്ത്രീക്ക് കലശലായ വയറുവേദന വന്നിട്ട് പല ഹോസ്പിറ്റലുകളിൽ പോയിട്ടും മാറാതെ വരികയും പല വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ വലിയ വലിയ സംഖ്യകൾ ഓപ്പറേഷനായിട്ടും മറ്റു ചികിത്സയ്ക്കായിട്ടും പറയുകയും ആ വ്യക്തിക്ക് അത് ചെലവാക്കാനായിട്ടുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വിളിച്ചപ്പോൾ പറഞ്ഞത് 3 പെൺമക്കളാണ്. അവരെല്ലാം വിവാഹിതരായി. അവർക്ക് പണം ചെലവാക്കാനായിട്ടുള്ള സാമ്പത്തിക ശേഷി ഇല്ല, എനിക്കും അതിനില്ല. ഇപ്പം ഇനി എന്തായാലും വരുന്നത് പോലെ വരട്ടെ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നതാണ് അന്ന് കണ്ടത്. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞത് കലശം ചെയ്യുക, പുളിയാമ്പുള്ളി നമ്പൂതിരിച്ചന് കലശം ചെയ്യുക. ആ കലശം ചെയ്താൽ അതിൽ കാണുന്ന ലക്ഷണങ്ങൾ അനുസരിച്ച് നമുക്ക് പരിഹാരങ്ങൾ ചെയ്യാം. അത് മാറും, പൂർണ്ണമായിട്ട് മാറും എന്ന് ഉറപ്പ് കൊടുത്തു. അപ്പോൾ സാമ്പത്തികം അധികം ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അവരെ അധികം സാമ്പത്തികമായിട്ട് വലയ്ക്കാത്ത രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്തു കൊടുത്തു. ഇവിടെ അങ്ങനെ തന്നെയാണ്. സാമ്പത്തികം അല്ലെങ്കിൽ പണം അധികം ചെലവഴിച്ച് ഭക്തരെ കൊണ്ടോ അല്ലെങ്കിൽ പണത്തിന് ബുദ്ധിമുട്ടുന്ന അസുഖങ്ങളായിട്ട് വരുന്ന മാറാരോഗങ്ങളായിട്ട് വരുന്നവർക്ക്, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് പണത്തിന് ബുദ്ധിമുട്ടും ഉണ്ടാകും. അപ്പോൾ നമ്മളവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലാണ് കർമ്മങ്ങൾ ചെയ്തു കൊടുക്കാറുള്ളത്. അപ്പോൾ ഇവർക്ക് പരിഹാരങ്ങൾ ചെയ്തത് ചെറിയ രീതിയിലാണ് ചെയ്തത്. സാമ്പത്തികം അധികം വരാത്ത രീതിയിലാണ് പരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തത്. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം പൂർണ്ണമായിട്ടും ആ വയറുവേദനയിൽ നിന്ന് മാറി എന്നുള്ളത് പറഞ്ഞു. പുളിയാമ്പുള്ളി നമ്പൂതിരിച്ചന് അത്രയധികം വിശ്വാസമായി എന്ന് പറഞ്ഞു.